ബിഗ് ബോസ് ചരിത്രത്തിൽ ഇത്രയധികം ഈ ഒരു ടാസ്ക്, അതായത് ബി ഹോട്ടൽ ഇത്ര വൃത്തികേടാക്കി മാറ്റിയത് ഈ ഒരു സീസൺ മാത്രമാണ് കേട്ടോ. കാരണം ഇതുവരെ എന്തായാലും ഈ ഒരു ടാസ്ക് അത്ര ഫ്ലോപ്പായിട്ടാണ് പോണത്. സത്യം പറയാമല്ലോ, എന്താ ഇവർ കാണിക്കുന്നതെന്നാണ് തോന്നിപ്പോകുന്നത്. കാരണം എനിക്ക് തോന്നുന്നു ജാസ്മിനും നമ്മുടെ സിജോയും ഒഴിച്ച് ബാക്കിയുള്ള എല്ലാവരും കിടന്നങ്ങ് അലമ്പുമാണ്. ജാസ്മിനും സിജോയും ആണെങ്കിൽ അവർ ചെയ്യുന്ന ഡ്യൂട്ടിയുടെ ഒരു പൈസ പോലും ചോദിക്കുന്നില്ല. അവർ പക്ഷേ വേറെ ഏതോ ലോകത്താണെന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നു അവരൊരു ആരെങ്കിലും തനിക്ക് നേരെ വരുന്നവർക്കെതിരെ ശക്തമായി ഒരു മറുപടി കൊടുക്കണം എന്ന രീതിയിൽ കാത്തു നിൽക്കുന്ന പോലെ തോന്നി. പക്ഷേ എന്നിരുന്നാൽ പോലും ഇച്ചിരി ഇങ്ങനെ ബെറ്ററായിട്ട് തോന്നിയത് അവർ മാത്രമാണ്. കാര്യം എനിക്ക് തോന്നുന്നു ആ ഒരു അതിഥിയുടെ പുറക്കെ നടന്ന് ടോർച്ചർ ചെയ്യാത്തൊരു വ്യക്തികൾ എന്ന് പറയുന്നത് ജാസ്മിനും സിജോയും മാത്രമാണ്. ബാക്കിയുള്ള എല്ലാവരും ശർക്കരയ്ക്കകത്ത് ഈച്ച ഒട്ടിയ പോലെ പുറക്കെ നടക്കുവാണ്. പ്രത്യേകിച്ച് നമ്മുടെ നോറ, അതുപോലെ തന്നെ നമ്മുടെ ജിൻഡോ, അപ്സര, ആ കുറച്ച് ആൾക്കാർ എന്തിനാണെന്നൊക്കെ അറിയില്ല. ബിഗ് ബോസ് തന്നെ ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് പറയുന്നുണ്ട് ഇത് ബി ഹോട്ടൽ ടാസ്ക് ആണെന്ന്. കാര്യം ഇവർ അതെല്ലാം മറന്നിട്ടാണ് അവിടെ പെരുമാറുന്നത്. ജിൻഡോ ആണെങ്കിൽ തൻ്റെ കയ്യിൽ സിഗരറ്റൊക്കെ സാബുമോന് കൊടുത്തുകൊണ്ട് പോയിൻറ്റ്സ് ഒക്കെ കളക്ട് ചെയ്യുവാണ്. അത് ഓക്കെ, കൊടുത്തോട്ടെ, പോയിൻറ്റ്സ് മേടിക്കാമല്ലോ. പക്ഷേ കൂടെ ഈ ഒരു ടാസ്ക് ആണെന്ന് മറന്നുകൊണ്ട് എനിക്ക് സാബുമോന് ഭയങ്കര ഇഷ്ടമാണ്, നല്ല ഗെയിമറാണെന്നൊക്കെ പറയുന്നു. മാത്രമല്ല ജിൻഡോ ഇവിടെ വന്ന ശേഷം ഭയങ്കര മാറ്റങ്ങളുണ്ടായി. ജിൻഡോയ്ക്ക് ആദ്യം ഭയങ്കര ദേഷ്യമായിരുന്നു, ഗെയിം കളിക്കാൻ അറിയില്ലായിരുന്നു. ഇപ്പം നന്നായിട്ട് ഗെയിം കളിക്കുന്നുണ്ട്, ഞാൻ ആരും ചീത്ത വിളിക്കുന്നില്ല, മോശമായൊന്നും പറയുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സ്വയം പൊക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇതിനിടയ്ക്ക് നമ്മുടെ ബിഗ് ബോസ് വിളിച്ച് പറയുന്നു ഇതിപ്പം ജിൻഡോയാണോ അതോ ഷെഫാണോ ചോദിക്കുന്നു. കാര്യം ഇപ്പം ജിൻഡോ ഷെഫായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം ആ ഷെഫിൻ്റെ കാര്യങ്ങൾ വേണം ചെയ്യാൻ. ഇവിടെ വന്നിരുന്ന് ജിൻഡോയെ കുറിച്ച് പറഞ്ഞിരിക്കുകയാണ്, സ്വയം പൊക്കി പറഞ്ഞിരിക്കുകയാണ്. സാബുമോൻ അടിപൊളി ആയിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പം 2-3 പ്രാവശ്യം കൊണ്ട് ജിൻഡോയ്ക്ക് വാണിംഗ് കൊടുത്തു ബിഗ് ബോസ്. അതുപോലെ നോറയാണെങ്കിൽ ഇല്ല കലകല എന്ന് പറഞ്ഞുകൊണ്ട് പുറക്കെ കിടക്കുവാണ്. അത് കണ്ടിട്ട് നമ്മുടെ സാബുവും പറയുന്നു മിക്കവാറും ഈ ഒരു ഇതിപ്പം നമ്മുടെ ഈ പവർ ടീം എന്ന് പറയുന്നത് ഹോട്ടൽ ഉടമകളാട്ടോ. അപ്പം ഈ ഒരു ഹോട്ടൽ ഉടമകൾ തന്നെ ഈ ഒരു ബി ഹോട്ടൽ നശിപ്പിക്കുക എന്ന രീതി പറയുന്നുണ്ട്. കാര്യം അവരുടെ ഗെയിമിങ് അതുപോലെ തന്നെ. ഇതിനിടയ്ക്ക് അപ്സരയാണെങ്കിൽ പുറക്കെ കിടക്കുവാണ്, ഓരോ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. അപ്പം ലാസ്റ്റ് സാബുവും ഒരു കാര്യം, നിങ്ങൾ എന്തെങ്കിലും ഒരു സ്കിറ്റ് ചെയ്യാൻ പറയും, കോമഡി സ്കിറ്റ്. അപ്പം പറയും സാർ ഞങ്ങൾക്ക് സ്കിറ്റ് അറിയില്ല. അപ്പം പറഞ്ഞെങ്കിൽ ഇതിൽ വേറെ ആൾക്കാരുണ്ടല്ലോ അവരോട് വിളിക്കാൻ പറയുന്നത്. അപ്പം ശ്രീരേഖയും ജിൻഡോയും ഒക്കെ വിളിക്കാൻ ഇരിക്കും. അപ്പം ശ്രീരേഖയും ജിൻഡോയും കൂടെ ഒക്കെ വിളിക്കുമ്പോൾ അവർക്കും കൂടെ കോയിൻ കിട്ടുമല്ലോ. അപ്പം അതോടെ ബ്ലോക്ക് ചെയ്യാൻ വേണ്ടി പവർ ടീമുകാർ പറയും അവരെ വിളിക്കേണ്ടെന്ന് പറയും, നിങ്ങൾ ഒറ്റയ്ക്ക് ചെയ്യാൻ പറയും. അങ്ങനെ അവർ ഒറ്റയ്ക്ക് എന്തൊക്കെയോ കാട്ടിക്കൂട്ടി ഒരു സ്കിറ്റ് ചെയ്തു. എന്നിട്ട് ഈ സ്കിറ്റ് ചെയ്തിട്ട് സാബുവിന് പുറക്കെ നടക്കുവാണ്, പൈസ താന്ന് പറഞ്ഞുകൊണ്ട്. ടിപ്പെന്ന് പറയുന്നത് നമ്മുടെ ഒരു ഹോട്ടൽ ചെയ്ത് നമ്മൾ മനസ്സറിഞ്ഞാൽ കൊടുക്കുന്നത്, അല്ലാതെ അവർ വന്ന് നമ്മൾ താന്ന് പറഞ്ഞ് പുറക്കിടക്കുകയല്ല ചെയ്യുന്നത്. അപ്പം ഇവർക്കാർക്കും ഇതൊന്നും അറിയില്ലെന്ന് തോന്നുന്നു, എനിക്കറിയില്ല. സത്യം പറഞ്ഞാൽ മുൻ സീസണുകളിൽ വെച്ച് നോക്കുമ്പോൾ ഇത് വെറും ഫ്ലോപ്പായിരുന്നു, അൾട്ര ഫ്ലോപ്പായിട്ട് എനിക്ക് തോന്നുന്നത്. എന്നാലും എനിക്കറിയില്ല ഇനി എന്തെങ്കിലും മാറ്റം ഉണ്ടാകുന്നത്. എന്തായാലും ഇതുവരെ എനിക്ക് തോന്നുന്നു കുറച്ചെങ്കിലും ബെറ്ററായിട്ട് എനിക്ക് തോന്നുന്നത് സിജോയും ജാസ്മിനുമാണ്. അവർ ജോലി ചെയ്യുന്നു, അവരൊരു പാടിന് പോകുന്നു, പുറക്കെ എന്തെങ്കിലും ടിപ്പ് താന്ന് പറഞ്ഞിട്ട് നടക്കുന്നുമില്ല. സാബുവിനെ ചുറ്റിപ്പറ്റി നടക്കുന്നുമില്ല. ഇത് ബാക്കിയുള്ള എല്ലാവരും സാബുവിനെ ചുറ്റിപ്പറ്റി നടക്കുവാണല്ലോ, ശർക്കരയ്ക്ക് തിരിച്ചു ഒട്ടി പോലെ. ഒരു സ്പേസ് കൊടുക്കുന്നുമില്ല. എന്നിട്ട് ചെന്ന് കിടന്ന് ടിപ്പ് താന്ന് പറഞ്ഞിരിക്കുകയും ചെയ്യുന്നു. ഇതിൻ്റെയൊക്കെ ഇടയ്ക്ക് നമ്മൾ സായി ആണെങ്കിൽ എനിക്കറിയത്തില്ല സായി എന്തിനാണ് അവിടെ പോയെന്ന്. എന്തായാലും സായി ഇപ്പോൾ റോബോട്ടായിട്ടാണ് നിൽക്കുന്നത് അവിടെ. അപ്പം അധികം ബാക്ക് പെയിൻ ഉള്ളതുകൊണ്ട് ആ റോബോട്ടിൻ്റെ ഒരു വേഷം നമ്മുടെ സായിക്ക് കൊടുത്തത്. അപ്പം സായി എടുത്ത് ചോദിക്കുന്നു ഇവിടുത്തെ വേസ്റ്റ് ഗെയിമർ, കൊള്ളാത്ത ഗെയിമർ ആരാ ചോദിക്കുമ്പം നോറയുടെ പേര് പറയുകയാണ് കേട്ടോ. അതായത് നല്ല ഗെയിമർ ആരെന്ന് ചോദിക്കുമ്പോൾ ഇവിടെ നല്ല ഗെയിമർ 1-2 പേരുണ്ടായിരുന്നു. കഴിഞ്ഞ ആഴ്ച ഒരാൾ പുറത്ത് പോയി. പിന്നെ ഇപ്പോൾ പ്രേക്ഷകരുടെ എനിക്ക് തോന്നുന്നു നമ്മുടെ ജിൻഡോ ആണെന്ന് തോന്നുന്നു, പിന്നെ സിജോയും ഉണ്ട്, പിന്നെ സായും ഉണ്ട് എന്നൊക്കെ പറഞ്ഞു സ്വയം പറയുകയാണ് കേട്ടോ. അപ്പം പറയും സായിയുടെ കാര്യം ഇപ്പം ചോദിക്കുമ്പോൾ പറയും ലാസ്റ്റ് 4 ആഴ്ച ഉണ്ടല്ലോ, അവസാനം 4 ആഴ്ചയിൽ ഗെയിം കളിക്കാൻ വേണ്ടി ഇരിക്കുകയാണ് സായി. എന്തോത്തിന് അതുവരെ ബാക്കിയുള്ളത് നോക്കിയിരിക്കണോ? അപ്പോൾ സേഫ് ഗെയിമായിട്ട് അതുവരെ ഇരുന്നിട്ട് ലാസ്റ്റ് വരെ പോയി നിന്നിട്ട് ലാസ്റ്റത്തെ 1-2 ആഴ്ച ഗെയിം കളിക്കുന്ന കാണാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണോ പ്രേക്ഷകർ? എനിക്കറിയില്ല. എന്നിട്ട് ഇതെല്ലാം ചോദിച്ചല്ലോ നമ്മുടെ സാബുമോൻ. എന്നിട്ട് പറയാം ചിപ്പ് മഴ സമയമായെന്ന് പറയും കേട്ടോ. എന്നിട്ട് നേരെ ചെന്ന് നോറയോട് പറയും, നോറ എന്നോട് ചോദിച്ചു ഇവിടെ ആരാ ഒട്ടും ഗെയിം കളിക്കാത്ത ഒരാളെന്ന്. അപ്പം ഞാൻ നിൻ്റെ വരെ പറഞ്ഞത്. അപ്പം നോറയുടെ നോട്ടം കാണണമായിരുന്നു. അപ്പം ഞാൻ അറിയാൻ വേണ്ടി ചോദിച്ചതാണെന്ന്. സാബുമോൻ എന്താണ് വിചാരിക്കുന്നതെന്ന് പറയും. എന്നിട്ട് അപ്പോൾ സാബും പറഞ്ഞു ചിപ്പ് മഴ സമയമായിരുന്നു. അപ്പം നോറ പുറത്ത് പോസിറ്റീവ് ആണ് എന്ന രീതിയിലാണെന്ന് പറഞ്ഞുകൊണ്ട് അപ്പം നോറ ഒട്ടേ പൊങ്ങി. നോറ ആകാശത്താണ്. ഇതും കൂടെ അവൻ പറയേണ്ട ആവശ്യമില്ല. പിന്നെ അതിൻ്റെ കൂടെ ജിൻഡോയുടെയും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ അവരൊന്നും ഗെയിം നല്ലതല്ല എന്ന രീതിയിൽ പറഞ്ഞിരിക്കുക. അപ്പം ജിൻഡോയും സിജോയും ഒക്കെ നെഗറ്റീവാണ്, നോറയാണ് പുറത്ത് പോസിറ്റീവ് എന്ന രീതിയിലാക്കിയിരിക്കുകയാണ് നമ്മുടെ സായി അവിടെ. എന്തായാലും ആകെ മൊത്തം വളരെ മോശമായ രീതിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് ടാസ്ക് അവിടെ. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ മറക്കാതെ രേഖപ്പെടുത്തണം. കൂടുതൽ ലൈവ് അപ്ഡേഷനുമായിട്ട് ഉടനെ വരുന്നതായിരിക്കും.